മുമ്പോട്ട് പോകാനാകാത്ത പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിലെടുക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നിലകളിൽ നീ കേട്ടത് കാണുവാനും കണ്ടത് പ്രാപിക്കുവാനും ഇടയായിത്തീരും. അനേകരെ തിരുത്തുന്നതിനത് കാരണമായിത്തീരും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു നല്ല ദിവസം നെയ്യ് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ. പ്രാർത്ഥനയോടെ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. അവ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കത്തില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ ദൈവത്തിലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില നിലപാടുകൾ നീ എടുക്കുമ്പോൾ പ്രതികൂലം ഏറി വരും കേട്ടോ. എന്തിനാണെന്നറിയാമോ? നിന്റെ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മാറ്റി പിടിപ്പിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ എടുക്കുന്ന ആ ഒരു നിലപാടൊന്ന് മാറ്റാൻ. പക്ഷേ ആ പ്രതികൂലത്തെ അല്ല നീ നോക്കേണ്ടത്, ദൈവമുഖത്തേക്ക് നോക്കണം. ആമേ. ശൗല് ഗോലിയാത്തിൻ്റെ വലിപ്പം കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അവൻ്റെ കയ്യിലെ 5000 ഷേക്കൽ തൂക്കമുള്ള ആ ആയുധത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ നടക്കുന്ന അതിനെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദ് കണ്ടത്, ദാവീദ് പറഞ്ഞത് ഗോലിയാത്തിൻ്റെ വലിപ്പമല്ല, പിന്നെയോ ഹല്ലേലൂയ, തൻ്റെ കയ്യിലുള്ള ഈ കല്ലുകൊണ്ട്, ഈ കവണ കൊണ്ട് അവനെ വീഴ്ത്താൻ കഴിയുമെന്നുള്ളതാണ്. യെസ്, ഹല്ലേലൂയ. ദൈവകൃപ നഷ്ടപ്പെട്ടവൻ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അഭിഷേകമുള്ളവൻ സൊല്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പ്രോബ്ലംസ് അല്ല നമ്മൾ പറയേണ്ടത്, സോൾവ് ചെയ്യുന്ന, പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ നോക്കിയേ, തീയുടെ ചൂട് എന്തേ ഇത് 7 മടങ്ങ് കൂട്ടി, 7 മടങ്ങ്. ഹല്ലേലൂയ. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും വിശ്വാസം, എൻ്റെ ചിന്ത പറയാം, 70 മടങ്ങ് വർദ്ധിച്ചു. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നേ. ഇല്ലെങ്കിലോ? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ല. ഈ തീക്കകത്ത് ഞങ്ങളെ വിടുവിക്കത്തില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുക. ആമേൻ. ഇതിനകത്ത് ഞങ്ങൾ നിത്യതയിൽ എത്താനാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ പ്ലാനെങ്കിൽ, രാജാവേ, ഇതിനകത്തൊന്നും വേറെ വാക്കുകളില്ല, ഇതിനകത്ത് വേറെ ശബ്ദമില്ല. ഇത് ഞങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആമേൻ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അടുത്ത നിമിഷം തീക്കകത്തേക്ക് അവിടുത്തെ അവരെ എടുത്തെറിയുകയാണ്. തീക്കകത്തേക്ക് അവരെ എടുത്തെറിയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇതുപോലുള്ള തീ സമാനമായ ചില ശോധനകളിലൂടെ പോകുന്നവരെന്നെ കേൾക്കുന്നു. നീയും അതുപോലുള്ള അനുഭവത്തിലല്ലേ കുഞ്ഞെ? എന്താ ആ തീ നിന്നെ കത്തിക്കാത്തത്? നിനക്ക് മുന്നമേ ആ തീയുടെ ബലത്തേക്കെടുത്താൽ നസ്രായൻ അതിനകത്ത് നിൽക്കുക. എത്ര വട്ടം നീ കത്തി പോകണ്ടെന്നറിയാമോ? എത്ര വട്ടം നീ തീർന്നു പോകണ്ടെന്നറിയാമോ? പലരും നോക്കി നിന്നതാ നീ തകരുന്നൊന്ന് കാണാൻ. ഹല്ലേലൂയ. പത്മോസ് ദ്വീപിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. തലയോട്ടികൾ കൊണ്ട്, അസ്ഥികൂടങ്ങൾ കൊണ്ട്, എല്ലുകൾ കൊണ്ട് യോഹന്നാൻ എന്ന് പറയുന്ന പ്രായമുള്ള വയോധികനായ മനുഷ്യനെ എതിരേക്കുമ്പോൾ, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. അല്പനിമിഷം കഴിയുമ്പോൾ നീയും ഇതുപോലെ ആയിത്തീരും. ആമേൻ. നിന്റെ ജീവൻ നഷ്ടപ്പെടും, പിച്ചി ചീന്തും ഞങ്ങൾ നിന്റെ മാംസം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ളൊരു ദൈവശബ്ദം ആ അസ്ഥികൂടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് അവനെ ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ആ പത്മോസിനകത്ത് ദൈവിക ദർശനങ്ങളെ കാണുവാൻ മുഖാന്തരമാക്കിയെങ്കിൽ നീ ഒരു ദൈവ പൈതലായതുകൊണ്ട്, നീ യഥാർത്ഥമായി കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവ പൈതലായതുകൊണ്ട് മറ്റുള്ളവർ തകർന്നതുപോലെ നീ തകരത്തില്ല, മറ്റുള്ളവർ വേദനപ്പെട്ടതുപോലെ നീ വേദനപ്പെടത്തില്ല. നിന്റെ ജീവിതത്തിൽ നിന്നെ തകർക്കാൻ കടന്നു വരുന്ന സകല വിഷയങ്ങളും ആത്മാവിൽ കുതിക്കാനുള്ള ഇന്ധനമാക്കി ദൈവം മാറ്റുകയും അനേകരുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന മാന്യ പാത്രമായി, സാക്ഷ്യമായി നീ തീരുകയും ചെയ്യും. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഞങ്ങളെ ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് പറയുകയാണ്. ഉറപ്പ് മാനുഷികമായിട്ടൊന്നുമില്ല. ദൈവം വിടുവിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ ആലോചനാ സഭയിൽ ഒരു പ്ലാന് ഈ സമയം നിറവേറുകയാണ്. ഒരു രാജ്യം മുഴുവനും ഒരു സ്വർണ്ണബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കുമ്പോൾ വെറും ഹല്ലേലൂയ 15-18 വയസ്സിൽ താഴെ പ്രായമുള്ള 3 യൗവനക്കാർ, ബാലന്മാർ എൻ്റെ നാമത്തിനു വേണ്ടി അവർ നിൽക്കുകയാണ്. അവരെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങിത്തിരുന്നില്ലേ, പിന്നെന്താ? ആമേൻ.
ഹാലിൽ ഞാൻ അവിടെ ദൈവം എന്ന് പറയുന്നത്. അവൻ അടുത്ത നിമിഷം തീയല്ല കെട്ടത്, തീയുടെ ബലം കെട്ടു കേട്ടോ. തീ കത്തുന്നുണ്ട്. കുഞ്ഞെ, നിന്റെ നേരെ തീ കത്താൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയൊന്നും അല്ല കേട്ടോ. പക്ഷെ നിന്നെ തൊടാൻ പറ്റുന്നില്ല. എന്താ കാരണം? തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരുത്തൻ നിന്റെ ഉള്ളിലുണ്ട്. ആ തീ ഉള്ളിൽ നിന്ന് കത്തി ഇതിൻ്റെ നേരെ റിഫ്ലക്റ്റ് ചെയ്യുക, നേരെ ചെന്ന് അടിക്കുക. അതുകൊണ്ട് ആ തീ നിന്നെ മേൽ പിടിക്കുന്നില്ല. അല്ലേ ആ തകർച്ച വന്നപ്പോൾ നീ എന്നെ തീർന്നേനെ. ആ രോഗം വന്നപ്പോൾ അല്ലേ പോയേനെ. ആ സാമ്പത്തിക പ്രതിസന്ധി നിന്നെ ഒലച്ചു കളയുമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ആ അപമാന വിഷയങ്ങൾ, അവരുടെ വാക്കുകൾ നിന്റെ ജീവിതത്തിനെ കടന്നു വന്നപ്പോൾ അത് തകർന്നു പോകാതെ ഇന്ന് നിൽക്കുക. കാരണം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അപ്പം നമ്മെ ജീവപര്യന്ത വഴി നടത്തും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിഞ്ഞിറങ്ങൊന്നും വേണ്ട. ദൈവത്തിൽ പ്രത്യാശ വെക്ക്. അവൻ നിന്റെ മുഖപ്രകാശക രക്ഷയാ, നിന്റെ ദൈവമാണ്. ഇനി അവനെ സ്തുതിക്കാൻ ഇടയാകും. യെസ്, തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ, തീയുടെ നടുവിൽ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചേ, ഇമാജിൻ ചെയ്തേ. തീക്കകത്തോട്ടിട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ, കണ്ണു തള്ളിപ്പോയി നെബൂഖദ്നേസറിന്റെ സിംഹാസനത്തിന്. അവനങ്ങ് എഴുന്നേറ്റ് 3 പേരല്ലേ നമ്മളിട്ട് 4 പേര് നടക്കുന്നത്. ഇതെങ്ങനെയാ? ഇതാ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചില വേദനകളിലേക്ക് ദൈവനാമനിമിത്തം നിന്നെ തള്ളിവിട്ടിട്ട് നിന്റെ ദൈവം പോയി മൂലക്കിരിക്കുന്ന ദൈവമല്ല കുഞ്ഞെ. അതിനകത്ത് നിനക്ക് മുന്നേ അവിടെ വന്ന് നിന്നെ സഹായിച്ചു. അതുകൊണ്ടല്ലേ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ നീ തകർന്നു പോകാതിരിക്കുന്നത്. എത്ര പേര് നോക്കിയാ, എത്ര കഴുകന്മാർ നോക്കിയാ. ഇപ്പം തീരും, അവൻ്റെ കൂട്ട് നീയും തീരും, അവളുടെ കൂട്ട് നീയും തീരും. പക്ഷെ തീരുന്നില്ലെന്ന് മാത്രമല്ല, അതിനകത്ത് നീ ശക്തിയോടെ പുറത്തുകൂടെ വരികയാണ്. സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോ. നിലകളിൽ കടന്നുപോയ വേദനകളിലൂടെയൊക്കെ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചേ. സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോ. പുറത്തു വന്ന് ഈ നെബൂഖദ്നേസറിനോട് ഈ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ഈ നെബൂഖദ്നേസർ തൻ്റെ തീരുമാനം മാറ്റും. ഈ രാജ്യം മുഴുവൻ ഇനി ഈ ദൈവത്തെ അല്ലാതെ വേറെ ആരെ ആരാധിക്കരുത്. ആ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ദൈവം തിരിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന മക്കളായിരിക്കുന്ന എനിക്ക് നിനക്ക് വേണ്ടി ദൈവം ചെയ്യാതിരിക്കുമോ? വേഗത്തിൽ ചില പ്രതിക്രിയ ചെയ്യും കേട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനം, ഞങ്ങളോട് അറിയിച്ച വളരെ വ്യക്തമായ ദൈവശബ്ദം ഞങ്ങളുടെ ആത്മാവിൽ ഇതിനെ സ്വീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഈ ദൂതുകൾ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രചോദനവുമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.